ഒരാഗ്രഹം. രാവിലെ എഴുന്നേൽക്കണം, അമ്പലത്തിൽ പോകാനുള്ളതാ. കിടക്കാൻ നേരം ഹസ്ബൻഡ് പറഞ്ഞു. അതെ, അമ്മ കുറച്ചു മുൻപും വിളിച്ചിട്ട് എന്നോടും പറഞ്ഞു, രാവിലെ മറക്കാതെ അമ്പലത്തിൽ പോകണം, നിന്റെ നക്ഷത്രത്തിൽ പായസം കഴിപ്പിക്കണമെന്ന്. അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഹസ്ബൻഡ് കൊണ്ടുവന്ന പിറന്നാൾ സമ്മാനമായ പുതിയ ഡ്രസ്സും ധരിച്ച് അമ്പലത്തിൽ പോകാനൊരുങ്ങി. വീടിനടുത്തുള്ള ശിവന്റെ അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ചു. വഴിപാടായി പായസവും കഴിപ്പിച്ചു. പായസം കിട്ടുന്നതുവരെ അമ്പലത്തിന്റെ പരിസരത്തു കൂടി നടന്നു. ഒരുപാട് തുളസിച്ചെടിയും പൂത്തുനിൽക്കുന്ന തെച്ചിയും മന്ദാരവും അങ്ങനെ പലതരം ചെടികളും കാണാൻ കണ്ണിന് എന്താ കുളിർമ. കണ്ണിന് മാത്രമല്ല, അമ്പലത്തിൽ ചെന്നാൽ ശരീരത്തിനും മനസ്സിനും നല്ല കുളിർമ തോന്നും, അല്ലേ? എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അറിയണമെങ്കിൽ ഇത്തിരി നേരമെങ്കിലും അമ്പലത്തിന്റെ പരിസരത്ത് ചെലവഴിക്കണം. പായസവും വാങ്ങി വീട്ടിലെത്തി കത്തിച്ചു വെച്ച വിളക്കിന് കീഴിൽ വച്ചു. പണ്ടേ ശീലിച്ച ശീലമാണ് അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം വീട്ടിലെ വിളക്കിന് കീഴിൽ കൊണ്ടുവെക്കുക എന്നുള്ളത്. പ്രഭാത ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ നേരെ ചെന്നത് എൻ്റെ വീട്ടിലേക്കാണ്. അവിടെ പോയി അമ്മയെയും അച്ഛനെയും മുത്തശ്ശിയെയും കണ്ട് ഞാൻ മധുര പലഹാരങ്ങൾ അവർക്ക് നൽകി. ഉച്ചഭക്ഷണം ഇന്ന് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. പിറന്നാൾ ആയതുകൊണ്ട് ആകാം, ഒരു സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൂടെ പായസവും. എന്തൊരു രുചിയായിരുന്നു കറികൾക്കെല്ലാം. അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയത് കൊണ്ടാകാം. വെയിൽ പോകാറായപ്പോൾ ഞങ്ങൾ നേരെ പോയത് സിനിമയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം കറങ്ങി. രാത്രി നല്ലൊരു ഹോട്ടലിലും കയറി ഇഷ്ടപ്പെട്ട ഭക്ഷണവും കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. വിവാഹം കഴിഞ്ഞ ഏതൊരു പെണ്ണും വർഷത്തിൽ ഒരു ദിവസം ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ആഗ്രഹം. പക്ഷേ ഇതൊക്കെ ഇന്നത്തെ തിരക്കിനിടയിൽ കൂടെയുള്ളവർ ഓർക്കാതായപ്പോൾ പെണ്ണിൻ്റെ ആഗ്രഹങ്ങൾ അക്ഷരങ്ങളായി ഒരു മയിൽപ്പീലി തുണ്ടുപോലെ പുസ്തകങ്ങളിൽ സൂക്ഷിച്ചു വച്ചു.